ചെന്നകേശവ ക്ഷേത്രത്തിൻ്റെ രണ്ട് വശത്തുമായിട്ടുള്ള 4 ഉപപ്രതിഷ്ഠകൾ നമ്മൾ കണ്ടു. കെപ്പെ ചെന്നകരായ ക്ഷേത്രം, ലക്ഷ്മി നാരായണ ക്ഷേത്രം, വീരനാരായണ ക്ഷേത്രം, അതുപോലെ തന്നെ രംഗനായകി ക്ഷേത്രത്തിൻ്റെ ചുറ്റുപാടും. രംഗനായകി ക്ഷേത്രം നമ്മൾ വീണ്ടും ഒന്നുകൂടെ കാണുന്നുണ്ട്. ഒരു കൊടിമരം. ഇത് ഗരുഡൻ്റെ ഒരു പ്രതിമയാണ്. ഭയങ്കര സൂപ്പറാണെന്ന് പറഞ്ഞാൽ ഭയങ്കര സൂപ്പറാണ്, പറയാതിരിക്കാൻ പറ്റുകയില്ല. വളരെ മനോഹരമായിട്ടാണിത് കൊത്തുപണിയൊക്കെ ചെയ്തിരിക്കുന്നതിൽ. മഹാവിഷ്ണുവിന് അഭിമുഖമായിട്ട് ഇരിക്കുന്ന ഗരുഡനാണിത്. ആ കൊടിമരത്തിലും ഉണ്ട് അതുപോലെ തന്നെ ഒരു ഗരുഡൻ. ഇതൊരു ബലിക്കല്ലാണ്. അതിന് മുമ്പേ ഞാൻ പറഞ്ഞു ഗ്രാവിറ്റി തൂണ്. നമ്മൾ പ്രധാന അമ്പലത്തിലോട്ട് കയറാൻ പോവാണ്. മഴയ്ക്ക് മുമ്പ് അതും കൂടെ ഫിനിഷ് ചെയ്യാൻ പറ്റുമായിരിക്കും തോന്നുന്നു. ഒരു 10 മിനിറ്റ് എടുക്കും എന്തായാലും. ഈ കാർപ്പറ്റ് ഇങ്ങനെ ഇട്ടിരിക്കുന്നത് വെയിൽ വന്നു കഴിഞ്ഞാൽ കല്ലെല്ലാം കൂടെ അങ്ങ് പഴുത്തിട്ട് നമുക്ക് ഇതിലെ കൂടെ നടക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാല് ശരിക്കും പറഞ്ഞാൽ പൊള്ളും. അപ്പം അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഈ ചകിരിമത്ത ഇട്ടിരിക്കുന്നത്, നമുക്ക് പ്രദക്ഷിണം വെക്കാനായിട്ട്. ഇത് ഹോയിസാലമാരുടെ എംബ്ലമാണ്. സിംഹത്തിനെ ആയിട്ട് യുദ്ധം ചെയ്യുന്ന ഒരു മനുഷ്യൻ്റെ ഇത്, അതാണ് ഹോയിസാലമാരുടെ ചിഹ്നം. ചണ്ടേല രാജാക്കന്മാരുടെ മധ്യപ്രദേശിലുള്ള ചണ്ടേല രാജാക്കന്മാരുടെ ഇതിന് സമാനമായിട്ടുള്ളൊരു ചിഹ്നമാണ്, സിംഹത്തിൻ്റെ ചിഹ്നമാണ്. കഴിഞ്ഞ വർഷം ഖജുരാഹോ സന്ദർശിച്ചിരുന്നു. അപ്പോൾ അവിടെ ഖജുരാഹോ ക്ഷേത്ര സമുച്ചയങ്ങൾ പണിതിരിക്കുന്ന ചണ്ടേല രാജാക്കന്മാരുടെ രാജചിഹ്നമായിട്ടുള്ള ഇപ്പം നമ്മൾ കണ്ട ഹോയ്സാലരുടെ ചിഹ്നം പോലെ തന്നെ ഉള്ള സിംഹവുമായിട്ട് യുദ്ധം ചെയ്യുന്ന ഒരു മനുഷ്യൻ്റെ രൂപം ഈ ക്ഷേത്ര സമുച്ചയങ്ങളിലെ പല ഭാഗങ്ങളിലും കൊത്തിവെച്ചിട്ടുണ്ടായിരുന്നു. ഇത് കണ്ടപ്പം പിടിയുന്ന അത് ഓർമ്മ വന്നുകൊണ്ടാണ് പറഞ്ഞത്. ഹിന്ദു പുരാണങ്ങളിൽ നിന്നുമുള്ള ദേവീദേവന്മാരുടെയും അതുപോലെ തന്നെ രാമായണത്തിലെയും മഹാഭാരതവുമായിട്ട് ബന്ധപ്പെട്ട കഥകളും ഒക്കെയാണ് ഇവിടെ ക്ഷേത്രത്തിൻ്റെ ചുറ്റുഭാഗത്തുമായിട്ട് ഇപ്പം നമ്മൾ ഈ കാണുന്ന തരത്തിൽ കൊത്തിവെച്ചിട്ടുള്ളത്. തൻ്റെ വാഹനമായിട്ടുള്ള ഗരുഡൻ്റെ മുകളിലിരിക്കുന്ന മഹാവിഷ്ണുവിനെയാണ് നമ്മൾ ഈ കാണുന്നത്. ഇത് കൊത്തിവെച്ചിരിക്കുന്നത് ക്ഷേത്രത്തിനുള്ളിലോട്ട് കയറുന്ന പ്രധാന വാതിലിൻ്റെ മുകൾ ഭാഗത്തായിട്ടാണ്. ഇവിടെ ഗൈഡുമാരുണ്ട്. അവരുടെ സഹായം തരുവാണെങ്കിൽ ഇവിടെ കൊത്തിവെച്ചിരിക്കുന്ന കാര്യങ്ങളിൽ നല്ലൊരു ശതമാനവും അവർ പറഞ്ഞു തരും. 1500-ഉം 2000-ഉം ഒക്കെയാണ് ഗൈഡുമാരുടെ റേറ്റ്. 3-4-5 പേരൊക്കെ ഒരുമിച്ച് പോവുകയാണെന്നുണ്ടെങ്കിൽ പൈസ ഷെയർ ചെയ്ത് പോകുന്നുള്ളതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷേ ഒറ്റയ്ക്ക് വരുന്നവർക്ക് ഇത്രയും പൈസയൊക്കെ താങ്ങുക എന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഞാൻ ഗൈഡുമാരെ ഒന്നും കൂട്ടിയിട്ടില്ല. ഓരോ സ്ഥലത്തും വ്യത്യസ്തമായിട്ടുള്ള വളരെ മനോഹരമായിട്ടുള്ള കൊത്തുപണികളാണ് ചെയ്തിരിക്കുന്നത്. ഈ കാണുന്ന ഹോളുകളാണ് ആ ചതുരത്തിൽ കാണുന്നത്. കൊത്തുപണികളുടെ ഇടയ്ക്ക് വളരെ വിദഗ്ധമായിട്ട് കൈകാര്യം ചെയ്തിരിക്കുന്ന ഈ ഹോളുകൾ ക്ഷേത്രത്തിനകത്ത് വായു സഞ്ചാരവും അതുപോലെ തന്നെ വെളിച്ചവും ഉറപ്പാക്കുന്നു. പുരാണങ്ങളിലെയും ഇതിഹാസങ്ങളിലെയും കാര്യങ്ങൾ കൂടാതെ ധാരാളം അപ്സരസുകളുടെയും അതുപോലെ തന്നെ ഹോയ്സാല കാലഘട്ടത്തിലെ സാമൂഹിക സ്ഥിതി നമുക്ക് പറഞ്ഞു തരുന്ന തരത്തിലുള്ള കർഷകരുടെയും അതുപോലെ തന്നെ രാജസഭയിലെ കാര്യങ്ങളും യുദ്ധം ചെയ്യുന്ന സ്ത്രീകളെയും കണ്ണാടിക്ക് മുമ്പിലിരുന്ന് ഒരുങ്ങുന്ന സ്ത്രീകളുടെയും യുദ്ധത്തിൻ്റെ ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളും ഒക്കെ ഇവിടെ ഈ ക്ഷേത്രത്തിൻ്റെ ഭിത്തികളിൽ മനോഹരമായിട്ട് ചിത്രീകരിച്ചിട്ടുണ്ട്. ഇതിൻ്റെ തൊട്ടിപ്പുറത്ത് ഒരു ഗൈഡ്
വിദേശികളായിട്ടുള്ള ആൾക്കാർക്ക് ഇംഗ്ലീഷിൽ കാര്യങ്ങളൊക്കെ വിശദീകരിച്ച് കൊടുക്കുന്നതാണ് കണ്ടത്. കന്നഡത്തിലും ഇംഗ്ലീഷിലും ഒക്കെ ഇവർ വിശദീകരിച്ച് തരാനായിട്ട് ഗൈഡുമാർ ഇവിടെ ഉണ്ട്. ഹൊയ്സാല രാജവംശത്തിൻ്റെ ആദ്യത്തെ തലസ്ഥാനമായിരുന്നു ഈ പറയുന്ന ബേലൂര്. അപ്പം ചോള രാജവംശത്തിൻ്റെ മേല് ഹൊയ്സാലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട രാജാക്കന്മാരിൽ ഒരാളായിരുന്ന വിഷ്ണുവർദ്ധനൻ വിജയം നേടിയ സമയത്ത് അതിൻ്റെ ഒരു ഓർമ്മയ്ക്കായിട്ടാണ് ഈ ബേലൂരെ ക്ഷേത്രം പണിതത്. ആദ്യം ഇപ്പം നമ്മൾ ഈ കാണുന്ന ഈ ഒരു ക്ഷേത്രം മാത്രമേ വിഷ്ണുവർദ്ധന രാജാവ് പണിതുള്ളായിരുന്നുള്ളൂ. അതിൻ്റെ തൊട്ടപ്പുറത്തുള്ള ചെന്നകരായ ക്ഷേത്രം പണിതത് അത് മഹാവിഷ്ണുവിൻ്റെ തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ ഭാര്യയും രാജ്ഞിയുമായിട്ടുള്ള ശാന്തളാദേവിയാണ്. പിന്നീട് പല കാലഘട്ടത്തിൽ ഹൊയ്സാലരും വിജയനഗര കാലഘട്ടത്തിൽ അന്നേരമുള്ള രാജാക്കന്മാരും ഒക്കെ ആയിട്ടാണ് ഈ ഇപ്പോൾ കാണുന്ന രീതിയിലുള്ള ഈ ക്ഷേത്ര സമുച്ചയം പൂർണ്ണമാക്കിയിട്ടുള്ളത്. ഇത് മഹാവിഷ്ണുവിൻ്റെ ചെറിയൊരു ബിംബമാണ്. ചെറിയ ബിംബം എന്ന് എടുത്തു പറയണം. എന്നുവെച്ചാൽ ക്ഷേത്രത്തിനകത്തുള്ള മഹാവിഷ്ണുവിൻ്റെ ബിംബം 6-7 അടി പൊക്കമുള്ള വലിയ ബിംബമാണ്. ഇത് ക്ഷേത്രത്തിൻ്റെ കവാടത്തിൽ 4 സൈഡിലുള്ള കവാടത്തിൽ സ്റ്റെപ്പിൻ്റെ 2 വശത്തുമായിട്ട് ഇത് ചെറിയ മിനിച്ചർ ക്ഷേത്രങ്ങൾ പണിതിട്ടുണ്ട്. ആ ക്ഷേത്രങ്ങൾക്കകത്താണ് ഇപ്പോൾ കണ്ട പോലെ കുഞ്ഞ് ഈ ബിംബം ഉള്ളത്. 4 കവാടത്തിൻ്റെ മുകളിൽ നമ്മൾ മുമ്പേ കിഴക്ക് വശത്തെ കവാടത്തിൻ്റെ മുകളിൽ കണ്ട പോലെ തന്നെയുള്ള ഗരുഡവാഹനനായിട്ടുള്ള മഹാവിഷ്ണുവിൻ്റെ ശില്പം ആലേഖനം ചെയ്തിട്ടുണ്ട് കവാടത്തിൻ്റെ മുകളിലായിട്ട്. ഈ പടികളുടെ 2 വശത്തുമുള്ള മിനിച്ചർ ക്ഷേത്രങ്ങളുടെ ഗോപുരം കണ്ടപ്പോഴാണ് ഓർത്തത്, നമ്മുടെ ഈ ചെന്നകേശവ ക്ഷേത്രത്തിൻ്റെ മുകളിലും ഇതുപോലെ തന്നെ വലിയ ഒരു ഗോപുരം ഉണ്ടായിരുന്നു. അത് 19-ാം നൂറ്റാണ്ടിൽ അപകടാവസ്ഥയിലായതിനെ തുടർന്ന് പൊളിച്ചു മാറ്റപ്പെടുകയാണ് ഉണ്ടായത്. അത് എല്ലാം കൂടെ തകർന്ന് ഈ ക്ഷേത്രത്തിൻ്റെ മുകളിലോട്ട് വീണ് കഴിഞ്ഞാൽ ക്ഷേത്രം ആപാടെ തന്നെ തകർന്നു പോകാനുള്ള സാധ്യതയുള്ളതുകൊണ്ട് ആ ഗോപുരം അന്നത്തെ ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ കാലത്താണത് പൊളിച്ചു കളഞ്ഞത്. ക്ഷേത്രത്തിൻ്റെ മുകളിൽ കാണുന്ന ഇത്തരത്തിലുള്ള ഗോപുരങ്ങളെ വിമാനങ്ങൾ എന്നാണ് വിളിക്കുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു, ഹോയ്സാളരുടെ ആദ്യത്തെ തലസ്ഥാനമായിരുന്നു ബേലൂരെന്ന്. വിഷ്ണുവർദ്ധന രാജാവ് 1117 AD ഇപ്പം നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ചെന്നകേശവ ക്ഷേത്രം പണിതതെന്നുമൊക്കെ. ഏതാണ്ട് 1140 കൂടിയിട്ട് വിഷ്ണുവർദ്ധനൻ തങ്ങളുടെ രാജ്യതലസ്ഥാനം, ഹോയ്സാളരുടെ രാജ്യതലസ്ഥാനം ബേലൂരിൽ നിന്നും ഇന്നത്തെ ഹലേബീഡ്, അന്നത്തെ ദ്വാരസമുദ്രത്തിലേക്ക് മാറ്റുകയുണ്ടായി. ഇത് മാറ്റിയ സമയത്ത് അവിടെയും ഇതുപോലെ തന്നെ, ഇല്ലെങ്കിൽ ഒരുപക്ഷെ ഇതിനേക്കാട്ടിലും ഗംഭീരമായിട്ടുള്ളത്, നാളെ ഞാൻ അങ്ങോട്ട് പോകുന്നുണ്ട്, അപ്പോൾ അറിയാം എങ്ങനെയാണെന്നുള്ളത്. അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് ഇതിലും ഭയങ്കരം സൂപ്പറാണെന്നാണ്. ഹലേബീഡിൽ ശിവലിംഗ പ്രതിഷ്ഠയോട് കൂടിയ മറ്റൊരു ക്ഷേത്രം പണിതു എന്നാണ്. അത് വിഷ്ണുവർദ്ധനന് അതിൻ്റെ പണി പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല. ഏതാണ്ട് 10 വർഷം എടുത്ത് ആ ക്ഷേത്രത്തിൻ്റെ പണി പൂർത്തിയാക്കാൻ. അപ്പോൾ അതിന് മുമ്പ് തന്നെ അദ്ദേഹം മരിച്ചുപോയി. പിന്നീട് അദ്ദേഹത്തിൻ്റെ മകനാണ് ആ ക്ഷേത്രത്തിൻ്റെ പണി പൂർത്തിയാക്കിയതെന്നാണ് ചരിത്രം പറയുന്നത്.
ഞാൻ ക്ഷേത്രത്തിന് ചുറ്റും ഒരു പ്രദക്ഷിണം വെച്ച് അതിൻ്റെ കിഴക്കേ വാതിലിൽ വീണ്ടും എത്തി. ഇനിയിപ്പോൾ അകത്തോട്ട് കയറാൻ പോവുകയാണ്. ഇന്നലെ വൈകുന്നേരം വന്നപ്പം ദീപാരാധന സമയമായിരുന്നു, നട അടച്ചേക്കുമായിരുന്നു. അപ്പോൾ അതിൻ്റെ ദൃശ്യങ്ങളൊക്കെ ഞാൻ ഇന്നലെ നിങ്ങളുമായിട്ട് പങ്കുവച്ചായിരുന്നു. ഇവിടെ എന്തോ പണി ആവശ്യത്തിനായിട്ട് കൊണ്ടുവന്ന കുറേ പൈപ്പെല്ലാം അവിടെ ഇട്ടിട്ടുണ്ട്. അത് എടുത്ത് മാറ്റുന്നതിൻ്റെ സൗണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് കേൾക്കുന്നത്. ക്ഷേത്രത്തിനുള്ളിലേക്ക് ഞാൻ പ്രവേശിച്ചു. സീലിംഗ് ആണ് അമ്പലത്തിൻ്റെ കാണുന്ന ഇത്. അതിമനോഹരമായ കൊത്തുപണികളോട് കൂടിയ തൂണുകളാണ്. പുറത്തൊക്കെ മറ്റ് ക്ഷേത്രങ്ങളിലൊക്കെ കണ്ടതിനേക്കാളിലും അതിഗംഭീരമായിട്ടുള്ള ശില്പ കലയാണ് ഈ തൂണുകളിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. പത്ത് 100 തൂണുകളെങ്കിലും ഇതിനകത്തുണ്ട്. ഇത്രയും തൂണുകളിൽ താങ്ങി നിൽക്കപ്പെട്ട രീതിയിലാണ് ഇതിൻ്റെ മേൽക്കൂര ഇരിക്കുന്നത്. വലിയ ഒരു ഒറ്റ ഹാളാണ്. അതുകൂടാതെ ഒരു ശ്രീകോവിലും ഉണ്ട്. ശ്രീകോവിലിന് വലിയൊരു വാതിലൊക്കെ ഉണ്ട്, പക്ഷേ എപ്പോഴും ഒരു കർട്ടൻ ഇട്ടാണത് മൂടിയിരിക്കുന്നത് നട അടയ്ക്കുന്ന സമയത്തൊക്കെ. ഇന്നലെ ദീപാരാധനയുടെ സമയത്ത് ഞാനത് കാണിച്ചു തന്നായിരുന്നു. ഇതിൻ്റെ അകത്ത് ചെറിയ പല്ലക്കും അതുപോലെ കുടയും ഒക്കെ ഇരിപ്പുണ്ട്. ഈ ഓലക്കട പോലെ തന്നെയുള്ള ഇവിടെ ഉപയോഗിക്കുന്ന തരത്തിലുള്ളൊരു കുടയും ഒക്കെ ഇരിപ്പുണ്ട്. ഇതൊക്കെ ഇവിടെ വിശേഷാവസരങ്ങളിൽ ഉപയോഗിക്കുന്നതാണെന്ന് എനിക്ക് തോന്നുന്നത്. ശ്രീകോവിലിൻ്റെ തൊട്ട് മുന്നിൽ ഞാൻ എത്തി. വലിയ വാതിലാണ് ശ്രീകോവിലിൻ്റെ. നല്ല മഞ്ഞ പട്ടുടയാടയൊക്കെ ചാർത്തി നിൽക്കുന്ന ചെന്നകേശവനെയാണ് നമ്മൾ കാണുന്നത്. 7-8 അടിയോളം പൊക്കമുള്ള വലിയ പ്രതിഷ്ഠയാണ് മഹാവിഷ്ണുവിൻ്റെ. നമ്മുടെ കേരളത്തിലുള്ള ക്ഷേത്രങ്ങളിലെ പോലെ ശ്രീകോവിലിന് ചുറ്റും പ്രദക്ഷിണം വെക്കാനായിട്ടുള്ള സൗകര്യമൊന്നും ഇവിടെ ഇല്ല. ഞാൻ ദർശനത്തിന് ശേഷം പുറത്തോട്ട് ഇറങ്ങാൻ പോവുകയാണ്. ഇത് നമ്മൾ മുൻപേ കണ്ട രംഗനായകി ക്ഷേത്രമാണ്. നമ്മൾ പുറമേ നിന്ന് മുമ്പേ കണ്ടായിരുന്നു. അകത്തോട്ടൊന്ന് കയറി നോക്കാം. തൂണുകളൊക്കെ ഭയങ്കര അടിപൊളിയാണ്, പക്ഷേ ഇതിൻ്റെയൊക്കെ ആ ഫിനിഷിംഗ് ഒക്കെ പോയിട്ടുണ്ട്. ഇതിനുള്ള കല്ലുകൾ കൊണ്ടുവന്നിരിക്കുന്നത് 200 കിലോമീറ്റർ അപ്പുറത്തു നിന്നുള്ള ഒരു സ്ഥലത്തു നിന്നാണ്. സോപ്പ് സ്റ്റോൺ എന്നാണ് ഈ കല്ലുകൾക്ക് പറയുന്നത്. ഇതിൽ ഭയങ്കരമായിട്ട് കൊത്തുപണികൾ ചെയ്യാൻ എളുപ്പമാണ്. എത്ര മൈന്യൂട്ടായുള്ള വർക്കും ചെയ്തെടുക്കാം. അതിനുശേഷം ഒരു കെമിക്കൽ പ്രോസസ്സ് ചെയ്ത് പോളിഷ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഫിനിഷിങ് കിട്ടും. അതാണ് ഈ കല്ലിൻ്റെ പ്രത്യേകത. ഫിനിഷിങ് കിട്ടുമെന്ന് മാത്രമല്ല, അറ്റ്മോസ്ഫിയറിക് എയറുമായിട്ടുള്ള കോണ്ടാക്റ്റ് വന്നു കഴിയുമ്പോൾ ഈ കല്ല് ഭയങ്കര ഹാർഡ് സ്റ്റോണായിട്ട് മാറും എന്നാണ് പറയുന്നത്. ഈ അമ്പലം പൂജയൊക്കെ കഴിഞ്ഞ് പൂട്ടി. പ്രധാന അമ്പലം ഇപ്പോഴും തുറന്നിരിപ്പുണ്ട്. ഇതൊക്കെ ഉപദേവതകളാണ്. ഇതിൻ്റെ സീലിംഗ് ആണ്. സൈഡിലുള്ള ഒരു മതിലിനോട് ചേർന്നുള്ള ഒരു സംഭവമാണ്. ഔട്ടർ വോളിനോട് ചേർന്നുള്ള
ഇനി പേരെന്നാ പറയുന്നതെന്ന് എനിക്കറിയാൻ പറ്റില്ല. അതിൻ്റെ അകത്തും ഉണ്ട് ഭയങ്കര കൊത്തുപണികളൊക്കെ, അതിൻ്റെ അകത്തും ബിംബങ്ങൾ ശില്പങ്ങളും ഒക്കെ ചെയ്തിട്ടുണ്ട്. തമിഴ്നാട്ടിൽ ചിദംബരത്തും തഞ്ചാവൂരും ഒക്കെ ഉള്ള ക്ഷേത്രങ്ങളിലെ അതേ ഒരു സ്ട്രക്ചറാണ് മൊത്തത്തിൽ ഈ അമ്പലത്തിനും. എങ്കിലും കൊത്തുപണികൾ അവിടെ നിന്നുള്ളതിനേക്കാളിലും ഭയങ്കരമായിട്ടുള്ള വ്യത്യാസമാണ്. അവിടെയും ധാരാളം കൊത്തുപണികളും മറ്റുമൊക്കെ ഉണ്ട്. പക്ഷേ ഇവിടുത്തെ കൊത്തുപണികളും അവിടുത്തെ കൊത്തുപണികളും തമ്മിൽ ഭയങ്കര വ്യത്യാസമുണ്ട്. ആ സ്റ്റൈലിന് ഭയങ്കരമായിട്ടുള്ള വ്യത്യാസമുണ്ട്, പറയാതിരിക്കാൻ പറ്റിയാണ്. അതുപോലെ വ്യത്യാസമുണ്ട്. ഈ തൂണയിൽ ഓരോരുത്തരൊക്കെ ഓരോരോ പേരും നാളും ഒക്കെ കുത്തി വെച്ചിട്ടുണ്ട്. വളരെ കൃത്യമായിട്ടുള്ള രീതിയിൽ നിത്യപൂജയും കാര്യങ്ങളും മറ്റുമൊക്കെ നടക്കുന്ന അമ്പലമാണ്. മഞ്ഞ കളറിൽ കാണുന്നത് ഇതിൻ്റെ മെയിൻ എൻട്രൻസും അതിൻ്റെ ഗോപുരവുമാണ്. അതുമൊക്കെ സ്ട്രക്ചർ ഞാൻ പറഞ്ഞല്ലോ, തമിഴ്നാട്ടിലേന് സമാനമായിട്ടുള്ള സ്ട്രക്ചറുകളാണ്. ഇതിലുമുണ്ട് ധാരാളം കൊത്തുപണികളും മറ്റുമൊക്കെ. എന്തൊക്കെയോ ഇൻസ്ക്രിപ്ഷൻസും ഉണ്ട്, നമുക്ക് വായിക്കാൻ അറിയാമല്ല, കന്നഡത്തിലാണ്. ഇവിടെ എന്തൊക്കെയോ മെയിൻ്റനൻസ് പണികൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കൊണ്ടിട്ടിരിക്കുന്ന സാധനങ്ങളാണ്. അമ്പലക്കുളമാണ്, ക്ലീൻ ചെയ്യുന്ന ചേട്ടന്മാരാണ്. ഇവരിപ്പം ആമയ്ക്ക് ചോറൊക്കെ ഇട്ട് കൊടുത്തായിരുന്നു. ഇവിടെ അമ്പലത്തിലെ ശിവേലിയുടെ ബാലൻസ് ഇഷ്ടം പോലെ ആമയാണ്, ഒരു രക്ഷയില്ലാതെ. വേലൂര് കേശവ ക്ഷേത്ര ദർശനമൊക്കെ പൂർണ്ണമായി. മഴ എന്തായാലും നന്നായിട്ട് ചാറുന്നുണ്ട്. എവിടെയെങ്കിലും കയറി നിൽക്കാൻ പോവാണ്. എന്തായാലും ഞാനിവിടുന്ന് മടങ്ങാനുള്ള സമയമായി. ഇനിയിപ്പോൾ ഇന്ന് ഉച്ച കഴിഞ്ഞ് ഹലേബീഡിലോട്ട് പോകണം. അപ്പോൾ ശരി, എല്ലാവർക്കും നന്ദി, ശുഭയാത്ര.